രേണു വമ്പൻ ഡാൻസുകളുടെ രാജകുമാരിയായി ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണുവിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൽബങ്ങളുടെ വർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും പുള്ളിക്കാരിയുടെ തോന്തരയുടെ തീന്തരയുടെ തോന്തരയുടെ നമ്പരയുടെ ഡാൻസും അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫോട്ടോസൊക്കെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബാക്ക്ഡ്രോപ്പ് പോലൊരു സാധനം എൻ്റെ കൺമുന്നിൽ വന്ന് പെടാനിടയായി. ആ പെട്ട സാധനത്തിനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിന് മുമ്പേ എനിക്കറിയാം നിങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോയുടെ തുടക്കം കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനം ഈ രേണുവിൻ്റെ ഒരു നൃത്തമാണല്ലോ. രേണുവിൻ്റെ ഒരു നൃത്തം കൂടെ നമുക്ക് കാണാം. ഇപ്പോഴുള്ള നൃത്തമല്ല, പഴയ നൃത്തം, ആ പഴയ വിൻറ്റേജ് സാധനം പെറുക്കിക്കൊണ്ടേ വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് സാധനത്തിലേക്ക് വരാം. ആടും മയിലാട്ടം. ഈ മയിലാട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത്. രേണുവിൻ്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന കമൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് അടിച്ച് കൊടുക്കുക അവനിട്ട് അവനിനി മേലെ വാ തുറക്കാൻ പാടില്ല എന്ന രീതിയിൽ രേണു കുറേ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. അപ്പോൾ രേണുവിന് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മളവിടെ നിർത്തിയ മയിലാട്ടം. ഓക്കെ, രേണു ഇട്ടൊരു ക്യാപ്ഷനാണ് രേണുവിൻ്റെ ഒരു ഡാൻസിന്. നെഗറ്റീവ് കമൻ്റ് ഇടുന്ന മയിലാട്ടം ഒന്ന് പറഞ്ഞോട്ടെ, ഓട് കണ്ടംവഴി ഓടാനാണ് രേണുവിനെ നെഗറ്റീവ് ഇടുന്നവരോട് രേണു പറയുന്നത്. രേണുവിൻ്റെ കാലാകാലങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം എന്തെന്നറിയാമോ? ആദ്യം ഒന്ന് പറയും, പിന്നത് മാറ്റിപ്പറയും, പിന്നൊന്ന് പറയും, പിന്നത് മാറ്റിപ്പറയും, പിന്നെ വേറൊന്ന് പറയും, പിന്നത് മാറ്റിപ്പറയും, എന്നിട്ട് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയും. ഇതാണ് സംഭവം. ആദ്യകാലങ്ങളിൽ രേണു പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഓരോ നെഗറ്റീവുകളും ഞാൻ പൂച്ചെണ്ടുകളായി പിടിക്കുന്നു, നിങ്ങളുടെ നെഗറ്റീവുകൾ എനിക്ക് എന്തൊരു രസം, എന്തൊരു സുഖം, എന്തൊരു നർമ്മം എന്നൊക്കെയാണ് രേണു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നെഗറ്റീവ് ഇടുന്നവന്മാരെ മൈകൂട്ടി അല്ലാതെ രേണുവിന് ആ സ്നേഹത്തോടെ ആ മയ്യിൽ തുടങ്ങുന്ന പുളകിതം കൊള്ളിക്കുന്ന വാക്കുകളോടെ അല്ലാതെ അഭിസംബോധന ചെയ്യിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രേണുവിനെ നമ്മൾ രേണുവിനെ കൂടുതലും കാണുന്നത് എവിടെ? പുറത്ത് നേരിട്ട് കാണുന്നില്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഏതെങ്കിലും ഒരു ആൽബത്തിൻ്റെ ഷൂട്ട്. ഇപ്പോൾ മറ്റേ പുള്ളിക്കാരി അഭിനയിച്ചൊരു ആൽബം ഉണ്ടല്ലോ, അത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് വരും, അത് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഇങ്ങനെ ആൽബത്തിൻ്റെ സമയത്താണ് നമ്മൾ പുള്ളിക്കാരിയെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ ആൽബത്തിൻ്റെ സമയത്ത് പുള്ളിക്കാരിയോട് ഇങ്ങനെ ആൾക്കാർ പോയി ചോദ്യം ചോദിക്കുമ്പോഴാണ് പുള്ളിക്കാരി ഓരോന്നൊക്കെ പറയുന്നത്. അപ്പോൾ വായി തോന്നുന്നൊക്കെ പറയും, പിന്നെ അത് മാറ്റി പറയും, പിന്നെ അത് തിരുത്തി പറയും, പിന്നെ അത് മാറ്റി മറിച്ചൊക്കെ പറയും. ഇപ്പോൾ രേണുവിന് ഒരു വൃത്തികെട്ട കമൻ്റ് ഇട്ട് ആ കമൻറ്റിന് രേണു റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇട്ട കമൻ്റ് എന്ന് പറഞ്ഞാൽ ലോക വെടി ഇറങ്ങി എന്നാണ് രേണുവിന് കൊടുത്തിരിക്കുന്ന കമൻറ്റ്. ഇത് വളരെ മോശപ്പെട്ടൊരു കമൻറ്റാണ്. ബിനു.വേണു ആണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടോടാ നിനക്ക്? അപ്പോൾ ഇങ്ങനൊരു മ്ലേച്ഛകരമായ കമൻറ്റ് രേണുവിനിട്ടു. ഇനി നമുക്ക് ഇവൻ്റെ ന്യായീകരണത്തിലേക്ക് വരാം. അപ്പോൾ രേണു അതിന് കൊടുക്കുന്ന ന്യായീകരണം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്. എവിടെ നടാ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നും അല്ലല്ലോ, നിന്റെ അമ്മച്ചിയല്ലേടാ ഇറങ്ങി. എന്തിനാടാ ഇറക്കി വിട്ട്? മോശമല്ലേടാ? ഇതൊക്കെ ശരിയാണോടാ? അല്ല, അവൻ എന്തുകൊണ്ടായിരിക്കും രേണുവിനോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക? അതിന് പിന്നിലെ കാരണം എന്തായിരിക്കും എന്നാണ് രേണുവിൻ്റെ ഒരു അനുമാനം. ഈ രേണു തന്നെ വന്നിട്ട് പറയും, വിളിച്ചോ എനിക്ക് ഇഷ്ടമാ, വിളിച്ചോ എന്ന് പറയും. അപ്പോൾ രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ രേണുവിനെ വിളിച്ചു കഴിയുമ്പോൾ രേണു വന്നിട്ട് തിരിച്ച് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഇവൻ വിളിച്ചത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ ഒരു തരത്തിലും ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകളെയോ അസഭ്യമായ വാക്കുകളെയോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്ന ഒരാളല്ല. അവൻ പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റാണ്. താത്വികമായി അവലോകനം ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ രേണുവിന് ഇങ്ങനത്തെ കമൻറ്റ് ഇപ്പോൾ ഒരുപാടായിട്ട് വരുന്നുണ്ട്. വരാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം രേണു ഒരു സിനിമയുടെ പ്രൊമോഷന് പോയിരുന്നു. പ്രൊമോഷനല്ലോ, സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു. സിനിമയുടെ പൂജയ്ക്ക് പോയിരുന്നു. ആ സമയത്ത് ഓൺലൈൻ ആസ് യൂഷ്വൽ സെലിബ്രിറ്റി രേണു വന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റി രേണു വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് മീഡിയക്കാർ വട്ടം വളഞ്ഞ് ചോദ്യം ചോദിക്കും. അങ്ങനെ വട്ടം വളഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോൾ രേണു വളരെ വ്യക്തമായി കുറേ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം വെടി എന്ന് വിളിക്കുന്നതിനോട് രേണുവിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അത് ഒരു സ്ത്രീയെ ഏറ്റവും അധികം ഇൻസൾട്ട് ചെയ്യുന്നൊരു വാക്കാണ്. അപ്പോൾ നമ്മളുടെ അറിയാമല്ലോ ഇത് എന്തർത്ഥത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വളരെ മോശകരമായ ഒരു സാധനമാണ്. പക്ഷേ രേണു എനിക്ക് കൊടുത്ത മറുപടി എന്നെ ഞെട്ടിച്ചു, എന്നെ ത്രസിപ്പിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നോ എന്തായാലും അത് ചെയ്ത് നമുക്ക് കേൾക്കാം. എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് കരിങ്കല്ലായിട്ട് ആ കരിങ്കല്ല് പെറുക്കിയാണ് ഇപ്പോൾ രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിനൊന്നും രേണുവിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് കേട്ട് മനസ്സ് കട്ടിയായി കരിങ്കല്ലായി. ഇനി ആ കരിങ്കല്ല് ഉടയ്ക്കണമെങ്കിൽ എന്ത് പാടാണെന്നറിയോ?
അപ്പോൾ വിളിച്ചാൽ കുഴപ്പമില്ല എന്നാണ് രേണു പറഞ്ഞത്. അത് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, അതെന്നെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രേണു പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. ആ രേണുവിന് സന്തോഷം വരുന്നൊരു സാധനം ഒരുത്തം പറഞ്ഞ് ശരിയാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, രേണു പറഞ്ഞാണ് രേണുവിന് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ് വരുന്നതെന്നുള്ളത്. അപ്പം സന്തോഷം വരുന്നൊരു സാധനം ഒരുത്തം പറഞ്ഞിട്ട് തിരിച്ചവൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് എന്തായിരുന്നു? അപ്പം നമ്മൾ തന്നെയാണ് ഇങ്ങനെ വിളിക്കാൻ ആൾക്കാരെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ വന്നിരുന്ന് അവനെ ചീത്ത വിളിക്കുന്ന കാര്യമില്ല. ഇങ്ങനത്തെ ചോദ്യത്തിന് രേണു പറയായിരുന്നു വേറെ വല്ല ചോദ്യം ചോദിക്കുക, മാന്യമായ മര്യാദയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന രേണുവിന് പറയായിരുന്നല്ലോ. ഇല്ല അങ്ങനെ വിളിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മനസ്സ് കരിങ്കല്ലേ, എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്, അമ്മര് വിളിക്കട്ടെന്ന് കൊച്ചു പിള്ളേരുടെ ആഗ്രഹമില്ല, അമ്മര് വിളിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇത് കേട്ടിട്ട് അതൊന്ന് വിളിച്ചപ്പോഴത്തേനും തിരിച്ചെടുത്ത് വെച്ചിട്ട് അവൻ്റെ പേരെന്തായിരുന്നു, ലവൻ മ്ലേച്ഛനാണ് അവൻ. രേണു പറയുന്ന വാക്ക് കേൾക്കാം. ഇവള് വെടിയാണോ, ഇവള് കൊടുപ്പുകാരിയാണോ, അത് ഞാനെടുത്ത് പിൻ ചെയ്ത് വെക്കുമെന്ന്. രേണുവിൻ്റെ സംസ്കാരം ബലേ ബേഷ്. സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, രേണു ഇത് പിൻ ചെയ്ത് വെക്കും. എന്തിനാ ഇത് പിൻ ചെയ്ത് വെക്കുന്നേ? അത് നമുക്ക് കേൾക്കാം. എന്താ അത് അങ്ങനെയൊക്കെ പറഞ്ഞ എന്താ? അയ്യോ എനിക്കറിയത്തില്ല, അവർ പറയും ഞാനതങ്ങ് പിൻ ചെയ്ത് വെക്കും. എനിക്കറിയത്തില്ല അത് എന്തു സാധനമൊന്നും പോലും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പിൻ ചെയ്ത് വെക്കും. അത് അവള് ആണോ, അവള് ആരെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് അർത്ഥം പോലും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പിൻ ചെയ്ത് വെക്കും. രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ ചൈനീസിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും രേണു അത് പിൻ ചെയ്ത് വെക്കും. കാരണം രേണുവിന് മനസ്സിലാകുന്നില്ല, രേണു പിൻ ചെയ്ത് വെക്കും. പൊതുവെ ഈ പിൻ ചെയ്ത് വെക്കുന്നത് എന്തിനാ? നമ്മൾക്ക് ഒന്നെങ്കിൽ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കമൻറ്റ്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒന്നിൽ അവനെ ചീത്ത വിളിക്കാൻ. ഈ രണ്ട് കാരണത്തോടെയാണ് സോ കോൾഡ് സെലിബ്രിറ്റികൾ അതിനെയൊക്കെ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നത്. രേണുവിന് അതിന് അർത്ഥം പോലും അറിയില്ല, മലയാള വ്യാകരണം പോലും. അത് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചേനാട്ടോ, രേണുവിന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ രേണുവിന് അറിയത്തില്ല, എന്നാലും രേണു പിൻ ചെയ്ത് വെക്കും. പാവം ആ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടേ. എന്തോ നെഗറ്റീവാടേ, എനിക്കറിയത്തില്ല, എൻ്റെ അറിയാം എന്തോ നെഗറ്റീവാ ഇത് എന്ത് നെഗറ്റീവാണെന്ന് അറിയാതെയാണോ രേണു എടുത്തിട്ട് നിൻ്റെ അമ്മ എന്തിനാടാ ഇറങ്ങിയേ, നിൻ്റെ ഭാര്യ എന്തിനാടാ ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചേ. അപ്പം നിങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത് തെറ്റാകുന്നത് പോലെ തന്നെ നിങ്ങൾ മറ്റൊരാളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതും തെറ്റാണ്. ഒരു സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ രേണുവും അത് ചെയ്തത് ശരിയായില്ല. രേണുവിന് പിന്നെ അർത്ഥം അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല, അർത്ഥം അറിയാതെ പറഞ്ഞതാണ്. മറ്റേ ഇല്ല പടത്തിനകത്ത് പറയുന്നല്ലേ വിജിനമ്പിച്ച റോഡ് എന്ന് പറയുന്നല്ലേ, വിജിനമ്പിച്ചൊരു കമൻറ്റ്, ആ കമൻറ്റ് എടുത്തിട്ട് രേണു വിജിനമ്പിച്ച് പിൻ ചെയ്ത് വെച്ചു, വിജിനമ്പിച്ച് അതിന് റിപ്ലൈ കൊടുത്തു, അത്രേ ഉള്ളൂ. സാധനം കൊടുക്കുന്നില്ല അങ്ങനെ പറയുന്നു. അതായിരിക്കും ഞാൻ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവൻ കണ്ടു കാണും, അതായിരിക്കും അങ്ങനെ അവൻ ഇട്ടേക്കുന്നത്. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഒരു സാധനം കൊടുക്കുന്നതല്ലേ കൊടുപ്പുകാരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു സാധനം കൊടുക്കുന്നതിനാണല്ലോ. അപ്പം രേണു ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് അവർ കണ്ടു കാണും, അവൻ കണ്ടു കാണും, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. അതെടുത്ത് പിൻ ചെയ്ത് വെക്കും നല്ല ഉദ്ദേശത്തോടെ. നല്ല കാര്യമില്ലേ നമ്മൾ ഒരുത്തിനെ സഹായിക്കുന്നത്? ഇത് ഏത് തരം സഹായമാണ് എന്നൊക്കെ ഉള്ളത് അപ് ടു രേണു ആൻഡ് അപ് ടു ഈ കാണുന്നവരും അല്ലെങ്കിൽ അപ് ടു ഈ സഹായം സ്വീകരിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തോ കൊടുക്കുന്നു, അത് ആരോ വാങ്ങുന്നു, അതിവൻ കാണുന്നു, ഈ കണ്ടിവനാണ് വന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ നല്ല മനസ്സിനെ മുൻനിർത്തി ഈ നല്ല മനസ്സ് ജനങ്ങളിലേക്ക് അറിയിക്കാൻ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അയാൾ ചെയ്തെന്തെങ്കിലും ഒരു നല്ല സാധനം ഉണ്ടെങ്കിൽ അത് PR-ലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും. അതേപോലെ രേണു നല്ല പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് അത് പിൻ ചെയ്ത് വെക്കുന്നത്. രേണുവിന് അർത്ഥം പോലും അറിയത്തില്ല. അയ്യോ പാവം നല്ല കൊച്ച. ബാക്കിയോടെ കേൾക്കാം, വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലേ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുകളാ ഡൗൺ. ഇപ്പോൾ രേണു ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. എന്താ കാരണം? എന്താ ഡൗൺ ആയിട്ട് കാരണം? എന്താ? കുറച്ച് പ്രോഗ്രാമുകളേ ഉള്ളൂ, ഒത്തിരി പ്രോഗ്രാം ഒന്നുമില്ല, ഇച്ചിരി പ്രോഗ്രാമേ ഉള്ളൂ, അതുകൊണ്ട് ഡൗൺ ആയിട്ട് നിൽക്കുക. അല്ല ഇതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ പ്രോഗ്രാം കുറഞ്ഞത്? നമ്മൾ കുറേ അലിഗേഷൻസ് നമുക്കെതിരെ വന്നു, പ്രോഗ്രാം കുറയാനുള്ള കാരണം സോഷ്യൽ മീഡിയ ഒന്ന് ചീത്തവിളി, പ്രോഗ്രാം കുറയാനുള്ള കാരണം ആൽബങ്ങളിൽ കൂടെ പോകുന്നു, അതിനെതിരെ കേസ് വരുന്നു, പ്രോഗ്രാം കുറയാനുള്ള കാരണം. ഇതാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയാത്ത പിള്ള മാറി ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. നെഗറ്റീവിനൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇടിച്ച് നിൽക്കും. ആ നെഗറ്റീവിനകത്തൂടെ ഒത്തിരി നാൾ പോകാൻ പറ്റില്ല, ആൾക്കാർക്കൊക്കെ ഹെയ്റ്റ് ആയി തുടങ്ങും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പോസിറ്റീവാക്കാൻ ശ്രമിക്കുക. അതിൽ ഇവർക്ക് ഇപ്പോൾ വർക്ക് വളരെ കുറവാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും കോൺടാക്ട് മൈ മാനേജർ, എനിക്ക് സമയമില്ല, നിങ്ങൾക്കറിയാലോ ഞാൻ രാവിലെ ഇവിടെയാണെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങ് ദുബായിലായിരിക്കും, ഉച്ചയ്ക്ക് ദുബായിലാണെങ്കിൽ വൈകിട്ട്
വൈകിട്ട് ഞാനെങ്കിൽ ബഹ്റിനിലായിരിക്കും, അത് തെറ്റിപ്പോയല്ലോ, വൈകിട്ട് ഞാനെങ്കിൽ ലണ്ടനിലായിരിക്കും, വൈകിട്ട് ലണ്ടനിലാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിൽ ഋതപ്പൻ്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ പറന്ന് നടക്കണം, അത്ര സമയമില്ല. ദാറ്റ്സ് മച്ച് വർക്ക് ഐ ഹാവ്. ഞാൻ സെലിബ്രിറ്റി അല്ലേ, എനിക്ക് ഭയങ്കര ബിസി അല്ലേ, എനിക്ക് സമയമില്ല, എനിക്ക് എൻ്റെ വിഷയങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ടൊരു മാനേജർ എൻ്റെ കൂടെ എപ്പോഴും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് രേണുവിന് ഇപ്പോൾ വർക്ക് വലിയൊരു തേങ്ങയില്ല. രേണു വീട്ടിൽ സ്വന്തം വീട്ടിൽ മറ്റേ സ്വന്തം വീടെന്ന് പറയാൻ പറ്റത്തില്ല, ദാനം കിട്ടിയ പശുവിൻ്റെ വായിലെ അണ്ണാക്കിൽ നാക്കുണ്ടോ നോക്കലെന്നാണ്. അവിടെ ആ വീട്ടിൽ കിടന്ന് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് രേണു നടപ്പുണ്ട്, ചീത്തവിളിയും ക്യാപ്ഷനിലൂടെ ചീത്തവിളി. പക്ഷേ എല്ലാത്തിലും സ്പെല്ലിങ് തെറ്റിക്കുന്ന രേണു ചീത്തവിളിയിൽ മാത്രം കൃത്യമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ വരുത്തുന്നുണ്ട് കേട്ടോ. രേണുവിൻ്റെ ആ ഒരു പാണ്ഡിത്യം കെങ്കേമം. അല്ലാതെ വേറെ ഡബിളൊന്നുമല്ല. അപ്പം ഇനിയിപ്പോൾ ഒട്ടും ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ ജോലിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പാഷൻ ഇപ്പോഴാണ് ആയത്, ജോലിയായിട്ട് സ്വീകരിക്കുന്നു. സോ ഡൗൺ ആയാലും അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഇനി ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ സെലിബ്രിറ്റി എനിക്ക് ഒരിക്കലും ഒരു സെലിബ്രിറ്റിയിൽ നിന്ന് താഴേക്ക് പോകാൻ പറ്റില്ല. ഈ സെലിബ്രിറ്റി പോയെങ്കിൽ പോലും ഇതിപ്പോൾ പാഷനാണ്. നേരത്തെ ഇത് മാംഗോ ആയിരുന്നു, ഇപ്പോൾ പാഷൻ ഫ്രൂട്ടാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇത് ഉഴുന്നുവടയാവും, അല്ലെങ്കിൽ പരിപ്പുവടയാവും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏതായാലും ഇത് പാഷനാണ്, അതിൻ്റെ കൂടെ ജോലിയും കൂടാണ്, അതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്. ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സ്റ്റാറ്റസിൽ ഇതാണ് പറയുന്നത്, ഇതിൻ്റെ സുഖം പിടിച്ച് ഇനി ഇവർക്ക് ഇതിന് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ള സാധനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ചൊക്കെ പോസിറ്റീവ് ആവാം കേട്ടോ, കുറച്ച് പോസിറ്റീവൊക്കെ ആവാം. ജോലികൾ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നത് പറഞ്ഞു എന്തായാലും അന്തസ്സായിട്ട് സെലിബ്രിറ്റി ആണല്ലോ. എന്തായാലും അന്തസ്സായിട്ടെന്നൊരു വാക്ക് പറഞ്ഞില്ലായിരുന്നോ? ഡു യു നോ ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്? മണിക്കുട്ടി ഓടിത്തുടങ്ങുകയാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. അന്തസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? സബ്സ്ക്രിപ്ഷനിൽ ഞാൻ അന്തസ്സായിട്ട് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കും. ആൽബം ഷൂട്ടുകളിൽ ഞാൻ അന്തസ്സായിട്ട് കെട്ടിപ്പിടിച്ച് റീലുകൾ ചെയ്യും. പിന്നെ ദാസേട്ടൻ വന്നു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ദാസേട്ടനുമായിട്ടും കെട്ടിപ്പിടിച്ച് റീലൊക്കെ ചെയ്യും. സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അന്തസ്സായിട്ടുള്ള കെട്ടിപ്പിടുത്തം ഷുവർ. വിവാദം ഉണ്ടാക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കും. ഇതിനകത്ത് എവിടെ അന്തസ് എനിക്കറിയത്തില്ല, ബാക്കി പറ. ജോലികൾ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നത് പറഞ്ഞു എന്തായാലും അന്തസ്സായിട്ട് സെലിബ്രിറ്റി ആണല്ലോ. സെലിബ്രിറ്റി തന്നെയാണ്. ഉടനെ അവൻ എവിടുന്ന് അതിന് സെലിബ്രിറ്റി തന്നെയാണല്ലോ, അതത്രേ ഉള്ളൂ. സെലിബ്രിറ്റി തന്നെയാണ്, അതിനകത്തിപ്പോൾ യാതൊരു തർക്കവുമില്ല. വൺസ് എ സെലിബ്രിറ്റി ഈസ് ഓൾവേസ് എ സെലിബ്രിറ്റി തന്നെയാണ്. ഈ അല്ലെങ്കിൽ സെലിബ്രിറ്റി തന്നെയാണോ? പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട്, രേണു കിടുക്കുക? ഇവന്മാർക്ക് എങ്ങനെയാണ്, ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ? ഇവന്മാരെ കുറച്ച് ദിവസത്തേക്ക് കടം തരാൻ പറ്റുമോ? എനിക്കൂടെ ഒന്ന് ഫേമസ് ആയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ, ഇവന്മാർ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് രേണുവിനെ ഇങ്ങനെ ലൈം ലൈറ്റിൽ തന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുവിൻ്റെ മനസ്സിൽ രേണു ഭയങ്കര അൽക്കിടിലുമായിട്ടൊരു വ്യക്തിത്വമാണ്. അൽക്കിടിലോ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് ലാലേട്ടൻ പോലും രേണുവിൻ്റെ താഴെ, അത്രയും വലിയ സെലിബ്രിറ്റിയാണ് രേണു. ആ സെലിബ്രിറ്റി രേണുവിൻ്റെ ഒരു അവസ്ഥകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി തന്നെ പറയും, എനിക്ക് നെഗറ്റീവുകൾ ഇഷ്ടമാണ്, എന്നെ വിളിക്കുന്ന ഇഷ്ടമാണ്, എന്നെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമൻ്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്ത് ചീത്ത വിളിക്കും. എന്തൊരു സെറ്റപ്പാന്ന് പുള്ളിക്കാരി പ്രൊവോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പുള്ളിക്കാരി എനിക്കിത് ഇഷ്ടമാണ്, നിങ്ങൾ വിളിച്ചു എനിക്കത് ഇഷ്ടം. ഒരു സ്ത്രീയും അത് ഇഷ്ടമെന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അവനെ ചീത്ത വിളിച്ചിട്ട്, പക്ഷേ ഈ മുക്കും 2 ദിവസം കഴിയുമ്പോഴത്തേന് ഈ സാധനം മുക്കും. ഇപ്പം നമ്മൾ ഈ തുടക്കത്തിൽ കണ്ട ആ ഒരു കമൻറ്റ് റിയാക്ഷൻ ഇപ്പോൾ അവരുടെ പ്രൊഫൈലിലില്ല. ഇതൊക്കെ എന്തൊരു തരം പ്രസ്ഥാനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സമാനങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തു. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.